ദോശയും എഗ് റോസ്റ്റും ചായയാണ് അന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത്. കൂടുതലാണ്, ഓരോ പീസ് എടുത്ത് ഒഴിവാക്കാം കേട്ടോ. മാറാൻ വേണ്ടിയിട്ട് ഈ ചിയാ സീഡ്സ് കഴിച്ചാൽ വളരെയധികം നല്ലതാണ്. അതിന്റെ ക്വാണ്ടിറ്റി സ്വാഭാവികമായിട്ടും കുറയും. അപ്പൊ അത് നിങ്ങളെ വെയിറ്റ് ലോസിനെ നന്നായിട്ട് സഹായിക്കും. അത് കഴിഞ്ഞ് നമുക്ക് നല്ല പൊടിച്ചു വെച്ചിട്ടുള്ള കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. വെയിറ്റ് ലോസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, വെയിറ്റ് ഗെയിൻ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ആയുർഫിറ്റ് എന്നുള്ളത്. നിങ്ങൾക്ക് ആയുർഫിറ്റ് എന്നുള്ള പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ മെസ്സേജിലേക്ക് ഓഫർ എന്നുള്ള ഒരു മെസ്സേജ് അയക്കുക. ചിലർക്ക് സംശയം ഉണ്ടാവും അല്ലെ, വെയിറ്റ് ലോസ് ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്താൽ വെയിറ്റ് കുറയോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതൊന്ന് പ്രൂവ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ട് ഒരാഴ്ച നല്ല കൃത്യമായിട്ടുള്ള ഡയറ്റ് ചെയ്തിട്ട് ഞാൻ എത്രത്തോളം വെയിറ്റ് കുറയുന്നുണ്ടെന്ന് നിങ്ങളെ കാണിച്ചു തരാം. അതിന്റെ ഓരോ ദിവസത്തെ വീഡിയോയും ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യാം. ഹലോ, ഇന്ന് നമ്മുടെ ഡയറ്റ് പ്ലാനിലെ ഡേ 3 ആണ്. ഇന്ന് നമുക്ക് എന്തൊക്കെയാ കഴിച്ചിട്ടുണ്ടായിരുന്നതെന്ന് പറയാം. ഇപ്പൊ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ കഴിച്ചിട്ടുള്ളത് ദോശയായിരുന്നു. നമ്മൾ അരിപ്പൊടി ഫുള്ളായിട്ടൊന്നും ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പൊ റൈസ് ഒക്കെ ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ട് ഡയറ്റ് എടുക്കുന്നവരുണ്ട്. നമ്മുടെ ഡയറ്റ് എന്ന് പറയുന്നത് അധികം റൈസ് ഒന്നും നമ്മൾ കട്ട് ചെയ്യാൻ പറയുന്നില്ല, ക്വാണ്ടിറ്റി കുറക്കാനേ പറയുന്നുള്ളൂ. ഇപ്പൊ രാവിലെ അരിദോശയായിരുന്നു, 2 ദോശ. നിങ്ങൾക്കറിയാലോ, നമ്മൾ കട്ടിയില്ലാത്ത ചെറിയ നീർദോശയാണ് ഈ അരിദോശ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ നമ്മൾ എഗ് റോസ്റ്റ് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എഗ് റോസ്റ്റ് 1 എഗ് തന്നെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എഗ് ആവുമ്പോൾ നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീനും കാര്യങ്ങളൊക്കെ രാവിലത്തെ പ്രോട്ടീൻ ഇൻടേക്ക് എന്നുള്ള കാര്യം അവിടെ ഫില്ലായി. അടുത്തത് അപ്പോ അങ്ങനെ ഷുഗർ ഇല്ലാതെയായിരുന്നു കേട്ടോ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ ദോശയും എഗ് റോസ്റ്റും ചായയാണ് അന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നത്. ഇന്ന് ഞാൻ വേറൊരു കാര്യം പരിചയപ്പെടുത്താം നിങ്ങളെ. ഇത് വെയിറ്റ് മെഷീൻ ആണ്. ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യുന്നവർക്ക്, വെയിറ്റ് ലോസിനൊക്കെ ശ്രമിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ്. കാരണം നമുക്ക് പല ഫുഡ് ഐറ്റംസ് ഉണ്ട്. എപ്പോഴും ഒരു ഡയറ്റീഷ്യൻ പറയുന്ന ഫുഡ് ഐറ്റംസ് നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പൊ നമ്മളൊരു ആപ്പിൾ കഴിക്കാൻ ഉദ്ദേശിക്കാന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ വെയിറ്റ് നോക്കുക, 100 ഗ്രാം ആപ്പിൾ. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി 100 ഗ്രാം ആപ്പിൾ എത്ര കലോറിയാണ്. അങ്ങനെ എല്ലാ ഫുഡ് ഐറ്റംസും നമുക്കൊരു 1200 കലോറിയാണ് ഒരു ദിവസം വേണ്ടത് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോ അതിനാണ് കാലറി ഡെഫിസിറ്റ് എന്നൊക്കെ പറയുന്നത്. ഇതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിന് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്. എങ്കിൽ ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോ നമ്മൾ സ്നാക്സിന് വേണ്ടിയിട്ട് എല്ലാം നമ്മൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കൊണ്ടുപോവാ ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോവും, സ്നാക്സ് കൊണ്ടുപോകും, അതേപോലെ ലഞ്ച് കൊണ്ടുപോകും. അപ്പൊ നമുക്ക് സ്നാക്ക് എന്താന്ന് നോക്കാം. അതെങ്ങനെയാണ് അളവ് കൃത്യമായിട്ട് എടുക്കുന്നതെന്ന് പറയാം. അപ്പൊ വെയ് മെഷീൻ എങ്ങനെയാ പ്രവർത്തിക്കുന്നത് നോക്കാം. ഇത് നമ്മളത് ഓൺ ആക്കിയിട്ടുണ്ട്. അതിൽ 0 കണ്ടു അല്ലെ. അപ്പൊ നമ്മൾ ആ പാത്രത്തിന്റെ അളവും കൂടി നോക്കി ഏകദേശം 39 ഗ്രാം ആണ് ഉള്ളത്. അതിലേക്ക് നമ്മൾ കഴിക്കേണ്ട ഫുഡ് ഐറ്റംസ്, ഞാൻ ഇന്ന് ചിക്കു സപ്പോർട്ട എന്ന് പറയും, അതാണ് സ്നാക്ക് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് വെച്ചു കൊടുത്തു. നമുക്കൊരു 100 ഗ്രാം ചിക്കു ആണ് വേണ്ടത്. ഈ പാത്രത്തിന്റെ വെയിറ്റും കൂടി നോക്കുമ്പോൾ 137 ഗ്രാം ആണ് വേണ്ടത്. ഇതൊന്ന് കുറച്ച് കൂടുതലാണ്. ഓരോ പീസ് എടുത്ത് ഒഴിവാക്കാം കേട്ടോ. ഒരു പീസ് മാറ്റി വെച്ചപ്പോ കറക്റ്റ് ആയിട്ട് 100 ഗ്രാം കിട്ടിയിട്ടുണ്ട്. ഏകദേശം 137. അപ്പൊ ഒരു 100 ഗ്രാം ആയിരിക്കും അത്. ആ പാത്രത്തിന്റെ വെയിറ്റ് ആണ് നമ്മൾ ബാക്കി കുറയ്ക്കുന്നത്. അപ്പോ അന്ന് നമ്മൾ സ്നാക്ക് ആയിട്ട് സപ്പോർട്ടയാണ് കഴിക്കുന്നത്. സപ്പോർട്ട് സ്നാക്ക് ആയിട്ട് നമ്മൾ ഒപ്റ്റ് ചെയ്യാനുള്ള ഒരു കാരണമുണ്ട്. ഡയറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ഷുഗർ ഒഴിവാക്കുക എന്നുള്ളതാണ്. മധുരം കഴിക്കാതിരുന്നാൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ചിക്കു എന്ന് പറയുന്നത്. നല്ല നാച്ചുറൽ ഷുഗർ ആണ്. അതിൽ വൈറ്റമിൻ സി ഉണ്ട്, പൊട്ടാഷ്യം ഉണ്ട്, നല്ല പോഷകമൂല്യമുള്ള ഒരു ആഹാരമാണ്. വെയിറ്റ് ലോസ് ജേർണിയിലും ഡയറ്റിലും ഒക്കെ നിങ്ങൾക്ക് ഇത് ഉൾപ്പെടുത്താം. പക്ഷെ ഈ പറഞ്ഞ പോലെ അളവ് ശ്രദ്ധിക്കണം എന്ന് മാത്രം. 100 ഗ്രാം സ്നാക്സ് ആണ് നമ്മൾ ഇതിനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ലഞ്ചിന് മുന്നേ ആയിട്ട് ചിയാ സീഡ്സ് കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ 1 ടീസ്പൂണ് നമ്മൾ ചിയാ സീഡ്സ് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുകയാണ്. ഇതൊരു 1 hour ഒക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് കുതിർന്നു വരും. ചിയാ സീഡ്സിൽ ധാരാളം ഫൈബേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മളത് കഴിക്കുമ്പോൾ വയറ് ഫില്ലായ ഒരു ഫീലിംഗ് ഉണ്ടാവും. അപ്പൊ നമുക്ക് പിന്നീട് ഫുഡിനൊക്കെ ഉച്ചക്കൊക്കെ ഒരു ക്രീവിങ്സ് വരൂല്ലേ, ഭയങ്കരമായിട്ട് വിശക്കുന്നു എന്നൊക്കെ. അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഈ ചിയാ സീഡ്സ് കഴിച്ചാൽ വളരെയധികം നല്ലതാണ്. അപ്പൊ ആദ്യം തന്നെ വയറൊന്ന് ഫില്ലായ പോലെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ലഞ്ച് അതിന്റെ ക്വാണ്ടിറ്റി സ്വാഭാവികമായിട്ടും കുറയും. അപ്പൊ അത് നിങ്ങളെ വെയിറ്റ് ലോസിനെ നന്നായിട്ട് സഹായിക്കും. അടുത്തത് നമുക്ക് ലഞ്ച് എന്ത് കഴിക്കണം എന്ന് പറയാം. ലഞ്ചിനായിട്ട് ഇന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മൾ ദാൽ കറിയാണ്. അതിന്റെ കൂടെ 2 ചപ്പാത്തിയും പിന്നെ കുറച്ച് കക്കിരിയും.
ദാൽ കറി എന്ന് പറയുമ്പോൾ നമുക്ക് അധികം പരിചിതമല്ല അല്ലെ. പലർക്കും ദാൽ കറി അങ്ങനെ കഴിച്ച് ശീലം ഉണ്ടാവില്ല. പക്ഷെ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുമ്പോൾ ഈ ദാൽ കറി കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. കാരണം ദാൽ എന്ന് പറയുമ്പോൾ അതിൽ നല്ല പ്രോട്ടീൻ ഉണ്ട്. അത് നമുക്ക് എപ്പോഴും കുറെ നേരം വിശക്കാതിരിക്കാനും ഈ ദാൽ കറി നിങ്ങളെ സഹായിക്കും. അതിൽ ധാരാളം പോഷക മൂല്യങ്ങളും ഉണ്ട്. നമുക്ക് എങ്ങനെയാണ് ദാൽ കറി ഉണ്ടാക്കുന്നതെന്ന് പറയാം. ആദ്യം കുക്കർ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് ചിരങ്ങ ആഡ് ചെയ്യുക. നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന വെജിറ്റബിൾ ആണത്. പിന്നീട് നമ്മൾ ആദ്യമേ കുതിർത്ത് വെച്ച 1/2 കപ്പ് പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം കൂടി വേണം. അത് ആവശ്യമായത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് കുക്കറിൽ നല്ലോണം വെന്ത് വരണം. അതിന് 1-2 വിസിൽ വേണ്ടി വരും. അത് നിങ്ങളുടെ കുക്കറിൻ്റെ ടൈപ്പൊക്കെ അനുസരിച്ച് ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു 2 വിസിൽ അടിച്ചതിന് ശേഷം നമ്മൾ മറ്റൊരു പാന് ചൂടാക്കുക. ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. ഈ പരിപ്പും ഒരു വെജിറ്റബിളും കൂടി ആവുമ്പോൾ അത് നമ്മുടെ വയറ് നല്ലോണം ഫില്ലാവാൻ സഹായിക്കും കേട്ടോ. പരിപ്പിൽ നല്ല പ്രോട്ടീനാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു സബ്ജിയിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. കടുക് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് മുളക് ചേർക്കുക, നമ്മുടെ വറ്റൽ മുളക്. എപ്പോഴും നമ്മൾ ചപ്പാത്തിക്കാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴും സബ്ജി കൂടുതൽ വിളമ്പാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മൾ വറ്റൽമുളക് ചേർത്തിട്ട് അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചപ്പാത്തിയുടെ എണ്ണ ഒരിക്കലും കൂട്ടരുത് കേട്ടോ. ചിലപ്പോൾ ചിലർ ഡയറ്റിലൊക്കെ ആണെന്ന് പറഞ്ഞാലും 3-4 ചപ്പാത്തിയൊക്കെ രാത്രി കഴിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. സബ്ജി എന്ന് പറയുന്നത് നമ്മുടെ വയറ് ഫില്ലാക്കാനും നമുക്ക് അളവ് കൂടുതൽ വേണമെങ്കിലൊക്കെ സബ്ജിയാണ് കൂട്ടേണ്ടത്. അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുള്ള ആ പരിപ്പും അതുപോലെ ചിരങ്ങയും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. എന്നും ഉണ്ടാക്കുന്നതിന് കുറച്ച് വെറൈറ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. നമ്മുടെ വീട്ടിൽ ഇത് അധികം ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് ഉണ്ടാക്കിയപ്പോൾ എനിക്കൊരു നല്ല ടേസ്റ്റ് ആയിട്ടും തോന്നി, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ നമ്മുടെ ദാൽ കറി റെഡി ആയിട്ടുണ്ട്. അടുത്ത സ്നാക്ക് ആയിട്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മുടെ കാബൂളി കടല റോസ്റ്റഡ് ആയിട്ടാണ്. കാണുന്നുണ്ടാവും അല്ലെ. ഇതാണ് നമ്മൾ സ്നാക്ക് ആയിട്ട് കഴിക്കുന്നത്. ഇതൊരു 30 ഗ്രാമേ ഉള്ളൂ. ഒരു 30 ഗ്രാം ഈ കടല വരുന്നത് ഒരു 100 കാലറി ആയിരിക്കും. അപ്പൊ അത് നമ്മൾ വെയ് മെഷീനിൽ നോക്കിയിട്ട് വെയ് നോക്കിയിട്ടാണ് കഴിക്കുന്നത്. ഇത് നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു. ഈ പാത്രത്തിന്റെ അളവ് ഒരു 37 ഗ്രാമാ വരുന്നത്. അപ്പൊ ഈ ചനാ ദാൽച്ചും കൂടി വരുമ്പോൾ 65 വന്നു. വേണമെങ്കിൽ ഒന്നും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു 67 ആക്കാം. ഒരു 30 ഗ്രാം ഏകദേശം. പിന്നെ ഇതിന്റെ കൂടെ നമ്മളൊരു ഗ്രീൻ ടീ ആണ് കഴിക്കുന്നത്. ഗ്രീൻ ടീയുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. വെയിറ്റ് ലോസിന് സഹായിക്കുന്ന ഒന്നാണ് ഗ്രീൻ ടീ. ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മൾ ഇതിന് മുന്നേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഗ്രീൻ ടീയിൽ ധാരാളം ആന്റി ഓക്സിഡൻസ് ഉണ്ട്. അത് നമ്മുടെ ക്രേവിങ്സിനൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. ഗ്രീൻ ടീയിലുള്ള ചില ഘടകങ്ങൾ നമ്മുടെ ക്രേവിങ്സിന്, നമുക്ക് വേറെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം എന്നൊക്കെ തോന്നുന്നതൊക്കെ കുറയ്ക്കാൻ സഹായിക്കും. വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം അല്ലെ, എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നുന്നത്. അപ്പൊ അത് നമുക്ക് ഗ്രീൻ ടീ കഴിച്ചാൽ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. അടുത്തത് ഡിന്നർ നമ്മൾ ഒരു 7:30 to 8 നിർബന്ധമായിട്ടും കഴിച്ചിട്ടുണ്ടാവണം. വെയിറ്റ് ലോസ് ചെയ്യുന്നവര് ഒരിക്കലും നേരം വൈകിട്ട് ഭക്ഷണം കഴിക്കരുത്. അത് എത്ര ലഘുവായിട്ടുള്ള ഭക്ഷണമാണെങ്കിലും നേരത്തെ കഴിക്കാൻ നോക്കുക. ചിക്കൻ സൂപ്പാണ് ഡിന്നറിന് വേണ്ടിയിട്ട് റെഡിയാക്കുന്നത്. ചിക്കൻ സൂപ്പ് എന്ന് പറയുമ്പോൾ ലൈറ്റ് ആയിരിക്കും. അതിലെ ഘടകങ്ങളൊക്കെ നമ്മുടെ മെറ്റബോളിസത്തിനൊക്കെ സഹായിക്കുന്നതാണ്. നല്ല പ്രോട്ടീനാണ്. ആദ്യം നമ്മളൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. വളരെ കുറച്ച് ബട്ടർ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുള്ള കുറച്ച് ഉപ്പിട്ട് വേവിച്ചിട്ട് വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ചിക്കൻ നല്ല പ്രോട്ടീനാണ്. നമുക്ക് അത് അധിക നേരം വിശക്കാതിരിക്കാനും അതുപോലെ നമ്മുടെ മസിലൊക്കെ ഉണ്ടാവാനൊക്കെ വളരെ നല്ലതാണ് ഈ ചിക്കന്. അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു സവാള ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് തക്കാളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ക്യാപ്സിക്കം അതുപോലെ ക്യാരറ്റ് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള പച്ചക്കറികൾ ഏതെങ്കിലും, ഞാൻ കാബേജ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഒരുപാട് വെജീസ് ആയി അല്ലേ. നിങ്ങൾക്ക് ആ പാന് കണ്ടാൽ തന്നെ മനസ്സിലാവും. ചിക്കനേക്കാൾ ഇപ്പൊ കൂടുതൽ വെജീസ് ആയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്കൊന്ന് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കുക. എപ്പോഴും നമ്മുടെ വിശപ്പ് കൂടുതലുള്ള ആൾക്കാരൊക്കെ കൂടുതൽ പച്ചക്കറികൾ ആഡ് ചെയ്യാൻ നോക്കുക.
ഇനി അതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് നല്ല പൊടിച്ചു വെച്ചിട്ടുള്ള കുരുമുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അതൊരു ഏകദേശം വെന്ത് വരുമ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അത് അതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വേവട്ടെ. വേണമെങ്കിൽ ഒന്ന് അടച്ചു വെച്ചോളൂ കേട്ടോ. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്തോളൂ. ഈ മല്ലിയില എന്നൊക്കെ പറയുന്നത് നമ്മുടെ ദഹനത്തെ സഹായിക്കുന്ന ഒന്നാണ്. കാണാനും ടേസ്റ്റിനും മാത്രമല്ല, മല്ലിയില ദഹനത്തെ കൂടുതൽ നന്നാക്കുന്നുണ്ട്. അതുപോലെ അതിലുള്ള കുരുമുളക് പൊടി, ഈ സൂപ്പ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ദഹനത്തെയൊക്കെ ഒന്ന് നന്നാക്കുന്നതാണ്, മെറ്റബോളിസം കൂട്ടുന്നതാണ്. അപ്പൊ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു അല്ലേ. അപ്പോ ഇങ്ങനെയായിരുന്നു ചിക്കൻ സൂപ്പ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോ ഇന്നത്തെ ഡയറ്റ് പ്ലാൻ നമുക്ക് രാവിലെ ഒരു 11 മണിക്കുള്ള സ്നാക്സ് പറഞ്ഞു, ലഞ്ച് പറഞ്ഞു, ഈവനിങ് സ്നാക്ക് പറഞ്ഞു, ഡിന്നർ പറഞ്ഞു. എല്ലാം കൂടി ഒരു 1200 കാലറിക്കുള്ളില് നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോ ഇന്ന് അത്ര കാമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലൊന്നും അല്ല വീഡിയോ എടുത്തിട്ടുള്ള. മക്കളുടെ സൗണ്ടും പുറത്തുള്ള ശബ്ദങ്ങളൊക്കെ ഉണ്ട്, അറിയാം. ഒരു ഇങ്ങനെയല്ല എടുക്കാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നേ. നമ്മൾ ഓരോന്നും വിഭവങ്ങൾ ഉണ്ടാക്കുന്നതും അളവെടുക്കുന്നതും കഴിക്കുന്നതും ഒക്കെ കാണിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ സമയത്തിന്റെ ഒരു പരിമിതി, തിരക്കായിരുന്നു. അതുകൊണ്ട് വിചാരിച്ച പോലെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ കൺവേ ചെയ്യണമെന്ന് വിചാരിച്ച കാര്യം നിങ്ങൾക്ക് മനസ്സിലാവണം. നിങ്ങളൊരു ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവണം എന്ന് വെച്ചിട്ട് ചെയ്തതാണ്. അപ്പൊ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ എന്നുള്ള കാര്യം പറയുക. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ ഇനിയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ കമന്റിലൊക്കെ ഒന്ന് പറയാൻ നോക്കുക. അപ്പോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലീവ് ബെറ്റർ, ഫീൽ ബെറ്റർ. താങ്ക് യു.